എല്ലാവർക്കും മല്ലുകൂടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സുമതി വളവ്, ഹൃദയപൂർവ്വം, ഓടുകുതിര ചാടുകുതിര തുടങ്ങി ഒരുപാട് സിനിമകൾ ഇന്ന് രാത്രി OTT റിലീസ് ചെയ്യുന്നുണ്ട്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് ഗെറ്റ് സെറ്റ് ബേബി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ലൊരു ഫാമിലി മൂവിയായിരുന്നു ഗെറ്റ് സെറ്റ് ബേബി. ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട സിനിമയായിരുന്നു ഗെറ്റ് സെറ്റ് ബേബി. എന്നാൽ OTTയിൽ കാണാൻ വേണ്ടി കുറച്ച് പേര് കാത്തിരിക്കുന്നുണ്ട്. ഉണ്ണിമുകുന്ദൻ നായകനായ ഗെറ്റ് സെറ്റ് ബേബി ഇതുവരെ OTTയിൽ വന്നിട്ടില്ല. ഒരു ഫാമിലി കോമഡി മൂവിയായിരുന്നു ഗെറ്റ് സെറ്റ് ബേബി. ഇപ്പോഴിതാ സെപ്റ്റംബർ മാസം 30 മനോരമ മാക്സിലാണ് ഗെറ്റ് സെറ്റ് ബേബി OTT റിലീസ് ചെയ്യാൻ പോകുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് കർണൻ നെപ്പോളിയൻ ഭഗത് സിംഗ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയായിരുന്നു കർണൻ നെപ്പോളിയൻ ഭഗത് സിംഗ്. യുവതാരങ്ങളാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. തിയേറ്ററുകളിൽ നല്ല അഭിപ്രായമാണ് സിനിമ നേടിയെടുത്തത്. സിനിമ റിലീസായിട്ട് വർഷങ്ങളായി. ഇപ്പോഴിതാ ഈ സിനിമയുടെ OTT ആമസോൺ പ്രൈമാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഒക്ടോബർ മാസം ആദ്യ വാരത്തോടു കൂടി കർണൻ നെപ്പോളിയൻ ഭഗത് സിംഗ് OTTയിലെത്തും. അടുത്തൊരു അപ്ഡേറ്റ് സർക്കിട്ട് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. സർക്കിട്ട് സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്ന് നല്ല അഭിപ്രായമാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ടും സിനിമ പരാജയപ്പെട്ടു. ഇതൊരു ചെറിയ സിനിമയാണ്. ആസിഫ് അലിയും ഒരു കുട്ടിയുമാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. കുട്ടിയുടെ കഥയാണ് സിനിമ പറഞ്ഞു പോകുന്നത്. ഇപ്പോഴിതാ ഇന്ന് രാത്രി 12 മണിക്ക് മനോരമ മാക്സിലാണ് സർക്കിട്ട് സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് മാരിവിലും ഗോപുരങ്ങൾ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ നല്ല അഭിപ്രായമാണ് മാരിവിലും ഗോപുരങ്ങൾ നേടിയെടുത്തത്. വിൻസി, ഇന്ദ്രിത്ത് തുടങ്ങി ഒരുപാട് പേര് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. നല്ലൊരു കോമഡി മൂവിയായിരുന്നു മാരിവിലും ഗോപുരങ്ങൾ. ഇപ്പോഴിതാ ഈ സിനിമയുടെ OTT മനോരമ മാക്സ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ റിലീസായിട്ട് കാലങ്ങളായി. ഇപ്പോഴാണ് OTT റിലീസിന് വരുന്നത്. ഒക്ടോബർ 2 സിനിമ OTT റിലീസ് ചെയ്തേക്കും. അടുത്തൊരു അപ്ഡേറ്റ് ബസൂക്ക എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ബസൂക്ക കാത്തിരുന്ന് ആരാധകർ മടുത്തിരിക്കുകയാണ്. ഇനി ബസൂക്ക റിലീസാക്കില്ലെന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. എന്നാൽ ബസൂക്ക സിനിമ ഇപ്പോൾ സർപ്രൈസ് ആയിട്ട് വരുന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. ഇന്ന് ബസൂക്ക OTT റിലീസ് ചെയ്തേക്കുമെന്ന് കാണാനുണ്ട്. C5 നേരത്തെ തന്നെ ബസൂക്കയുടെ OTT വാങ്ങിച്ചിട്ടുള്ളതാണ്. മമ്മൂട്ടി നായകനായ ബസൂക്ക ചിലപ്പോൾ ഇന്ന് രാത്രി 12 മണിക്ക് റിലീസാക്കും. ഒരുപാട് വലിയ സിനിമകൾ ഇന്ന് റിലീസിനെത്തുന്നുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് വേല എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഷെയ്ൻ നിഗം, സണ്ണി വെയിനാണ് സിനിമയിൽ പ്രധാന കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. തിയേറ്ററിൽ നിന്ന് നല്ല റെസ്പോൺസാണ് വേല സിനിമയ്ക്ക് ലഭിച്ചത്. എന്നിട്ട് സിനിമയുടെ OTT ഇതുവരെ വന്നിട്ടില്ല. ആരാധകർ നോക്കിയിരിക്കുകയാണ്. ഇപ്പോഴിതാ വേല എന്ന ത്രില്ലർ സിനിമ OTTയിൽ വരാൻ പോവുകയാണ്. ആമസോൺ പ്രൈമിലാണ് വേല സിനിമ റിലീസാവാൻ പോകുന്നത്. ഒക്ടോബർ മാസം ആദ്യ വീക്കോട് കൂടി വേല സിനിമ OTTയിലെത്തും. അടുത്തൊരു അപ്ഡേറ്റ് ചെക്ക്മേറ്റ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതും ഒരു ത്രില്ലർ സിനിമയാണ്. അനൂപ് മേനോൻ, ലാലാണ് ചെക്ക്മേറ്റിൽ അഭിനയിച്ചിരിക്കുന്നത്. തിയേറ്ററിൽ നിന്ന് നല്ല റെസ്പോൺസാണ് ചെക്ക്മേറ്റിന് ലഭിച്ചത്. സിനിമ റിലീസായിട്ട് 1 വർഷം കഴിഞ്ഞു. ഇപ്പോഴാണ് സിനിമയുടെ OTT പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒക്ടോബർ മാസം 2 ചെക്ക്മേറ്റിൻ്റെ ഒഫീഷ്യൽ OTT റിലീസ്. ഇതിലിനി മാറ്റം വരില്ല. അടുത്തൊരു അപ്ഡേറ്റ് ഓടും കുതിര ചാടും കുതിര എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ അൾട്രാ ഫ്ലോപ്പായ സിനിമയാണ് ഓടും കുതിര ചാടും കുതിര. ഓണത്തിനാണ് സിനിമ റിലീസായത്. ഫഹദ് ഫാസിൽ കല്യാണിയാണ് സിനിമയിൽ പ്രധാന കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഫഹദ് ഫാസിലിൻ്റെ കരിയറിലെ ഏറ്റവും മോശം സിനിമകളിലൊന്നാണ് ഓടും കുതിര ചാടും കുതിര. ഇപ്പോഴിതാ ഈ സിനിമയുടെ OTT നെറ്റ്ഫ്ലിക്സ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. തിയേറ്റർ റിലീസിന് മുന്നേ തന്നെ സിനിമയുടെ OTT വിറ്റുപോയിട്ടുണ്ടായിരുന്നു. ഇന്ന് രാത്രി 12 മണിക്ക് നെറ്റ്ഫ്ലിക്സിലാണ് ഓടും കുതിര ചാടും കുതിരയുടെ ഒഫീഷ്യൽ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഡൊമിനിക് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. മമ്മൂട്ടി നായകനായ സിനിമയായിരുന്നു ഡൊമിനിക്. നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ മൂവിയാണ് ഡൊമിനിക്. പക്ഷേ സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. ഇപ്പോഴിതാ ഈ സിനിമയുടെ OTT വിറ്റുപോയിരിക്കുകയാണ്. കാലങ്ങളായി ഡൊമിനിക് വാങ്ങാൻ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഒടുവിൽ ആമസോൺ പ്രൈം കുറച്ച് പൈസയ്ക്കാണ് ഡൊമിനിക്കിന് OTT വാങ്ങിച്ചിട്ടുള്ളത്. സിനിമയുടെ റിലീസ് തീയതി പുറത്തു വന്നിട്ടില്ല. ഡൊമിനിക് ഒക്ടോബർ മാസത്തിൽ ഉണ്ടാകുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. ഒരുപക്ഷെ ഒക്ടോബർ 5 ഡൊമിനിക് സിനിമയുടെ OTT റിലീസ് ഉണ്ടാവുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് സുമതി വളവ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഒരുപാട് പേര് നോക്കിയിരിക്കുന്ന സിനിമയാണ് സുമതി വളവ്. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് പ്രേതവും കോമഡിയും സിനിമയിലുണ്ട്. നല്ല രീതിയിൽ വിജയിച്ച സിനിമയാണ് സുമതി വളവ്. അർജുൻ അശോകനാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി വന്നിരിക്കുന്നത്. സുമതി വളവിലെ വിശേഷങ്ങളാണ് സിനിമയിൽ പറഞ്ഞു പോകുന്നത്. ഈ സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ് സെപ്റ്റംബർ 26 C5ലാണ്. അതായത് ഇന്ന് രാത്രി കൃത്യം 12 മണിക്ക് സുമതി വളവ് OTT റിലീസ് ചെയ്യും. അടുത്തൊരു അപ്ഡേറ്റ് ഹൃദയപൂർവ്വം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ വിജയിച്ച സിനിമയാണ് ഹൃദയപൂർവ്വം. സിനിമയ്ക്ക് 70 കോടിക്ക് മുകളിൽ കളക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. മോഹൻലാൽ
മോഹൻലാലാണ് സിനിമയിലെ നായകൻ. ഓണത്തിന് വിജയിച്ച സിനിമകളിൽ ഒന്നായിരുന്നു ഹൃദയപൂർവ്വം. ഇപ്പോഴിതാ ഈ സിനിമയുടെ ഒഫീഷ്യൽ OTT പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ജിയോ ഹോട്ട്സ്റ്റാറിൽ സെപ്റ്റംബർ മാസം 26-നാണ് ഹൃദയപൂർവ്വത്തിന്റെ OTT റിലീസ്. അതായത് ഇന്ന് രാത്രി കൃത്യം 12 മണിക്ക് ഹൃദയപൂർവ്വം ജിയോ ഹോട്ട്സ്റ്റാറിൽ റിലീസാക്കും. ഒഫീഷ്യൽ അപ്ഡേറ്റ് ആയതുകൊണ്ട് മാറ്റം വരില്ല. ഇനിയും ഒരുപാട് സിനിമകൾ റിലീസാകാനുണ്ട്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ ഒരു വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.